ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിശാന്തിൻ്റെ മെയിൽ വായിക്കുന്നു. പക്ഷേ അത് കുറച്ച് വ്യത്യസ്തമാണ്, നമ്മൾ കേൾക്കാത്തൊരു പാറ്റേൺ ആണ്. എന്തായാലും അതിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നിശാന്ത്. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ കൂടുതലായി. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഒരു ചേച്ചിയുമായിരുന്നു ആദ്യകാലങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. അദ്ദേഹം ഒരു ലിമിറ്റഡ് കമ്പനിയിലായിരുന്നു ജോലി. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി എന്നേക്കാൾ കുറേ മൂത്തതാണ്. പുള്ളിക്കാരിയും അമ്മയും കൂടി അന്ന് ഒത്തിരി ദുഃഖിച്ചു. എനിക്കാണെങ്കിൽ ദുഃഖമറിയാവുന്ന പ്രായമല്ല. പക്ഷേ അമ്മയ്ക്കായിരുന്നു ഏറ്റവും വലിയ ഷോക്ക്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. വലിയ തറവാടിത്തം ഭാവിക്കുന്നവരായിരുന്നു അച്ഛനും അമ്മയും. സത്യം പറഞ്ഞാൽ സമ്പാദ്യങ്ങളോ സേവിങ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. റോഡ് സൈഡിലൊരു വീട്, അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ജോലിയുടെ മെയിൻ നടപ്പ്, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അച്ഛന് കിട്ടിയ ആനുകൂല്യങ്ങളുണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ ചേച്ചിയെ കല്യാണം കഴിപ്പിക്കണ്ടേ? ഞങ്ങൾ രണ്ടുപേരും പഠനത്തിൽ പിന്നോട്ടാണ്. അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് നീ എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ. പക്ഷേ ചേച്ചിക്ക് ജോലിക്കൊന്നും പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഡിഗ്രിക്ക് കഷ്ടിച്ച് പാസ്സായി. ആ സമയത്ത് ചേച്ചിയുടെ സൗന്ദര്യം കണ്ട് ഒരാൾ വരികയും അങ്ങനെ ചേച്ചിയുടെ വിവാഹം നടക്കുകയും ചെയ്തു. മാഡം, അമ്മയ്ക്ക് ആശ്വാസമായി. പക്ഷേ അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ സമ്പാദ്യമെല്ലാം അതുവഴി അങ്ങ് പോയി. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 24 മണിക്കൂറും ഞങ്ങളോട് ദേഷ്യമാണ്. പണമില്ല, പണമില്ല, സൗകര്യമില്ല, പുറത്താരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരെയും പണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ജോലിക്ക് പോകാനോ എന്തെങ്കിലും വഴിക്കിറങ്ങി പോകാനോ എപ്പോഴും നിർബന്ധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കും. ചിലപ്പോഴൊക്കെ ഞങ്ങൾ തിരിച്ചു ചോദിക്കും, അമ്മയ്ക്കെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കുന്നൊരു സംഗതി കണ്ടെത്തിക്കൂടെ? അമ്മ അധികം പ്രായമൊന്നും ആയിട്ടില്ലോ എന്ന്. ആ സമയത്ത് അമ്മ ഞങ്ങളെ തെറി വിളിക്കും. ഞാൻ തറവാട്ടിൽ പിറന്നാണ്, പുറത്തുപോയി ജോലിയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളാണ് എനിക്ക് കൊണ്ടു തരേണ്ടത്, ഇഷ്ടം പോലെ പണം കൊണ്ടുവരണം എന്നൊക്കെ പറയും. പക്ഷേ അമ്മയുടെ സ്വപ്നങ്ങളൊന്നും ഫലിച്ചില്ല. ചേച്ചി നല്ലൊരു കുടുംബത്തിലേക്കാണ് എന്തായാലും കെട്ടിക്കേറിയത്. പക്ഷേ അമ്മയുടെ ദുസ്വഭാവം കൊണ്ട് ചേച്ചി പിന്നീട് തിരിഞ്ഞു നോക്കിയോ ഞങ്ങൾക്ക് വലിയ സഹായങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. എന്നെയാണെങ്കിൽ വല്ലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ചേച്ചി കുറച്ച് സഹായിക്കും, അത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുമായി തെറ്റി ചേച്ചിയും ഭർത്താവും സുഖമായിട്ട് വേറൊരിടത്ത് താമസിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാകും ഏറ്റവും നല്ലത്. അങ്ങനെ ഞാനും അമ്മയും മാത്രമായി. അമ്മയാണെങ്കിൽ എന്നോടങ്ങ് ദേഷ്യമാണ്. 24 മണിക്കൂർ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് വീട്ടിൽ. ഞാൻ ഡിഗ്രി പാസ്സായപ്പോൾ മുതൽ പറയുകയാണ്, നീ എവിടെയെങ്കിലും പോയി ജോലി സമ്പാദിക്കുന്നു. ഒരു കുന്തവും ഇല്ലാതെ എവിടെ പോയി എന്ത് നേടാനാണ് മാഡം? ആർക്കും ജോലി ഇല്ലാത്തൊരു സമയമാണ്. ഞാനാണെങ്കിൽ ഒരു കടയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായിട്ട് പോയിരുന്നു. അവിടെ നിന്ന് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. വീട്ടിലേക്ക് വലിയ തുകയൊന്നും കൊടുക്കാൻ കിട്ടില്ല. അമ്മയ്ക്ക് അപ്പോഴേക്കും എന്നോട് വലിയ ദേഷ്യമായി. പക്ഷേ 25 വയസ്സ് വരെ അങ്ങനെ വഴക്കുണ്ടായി പോയ അമ്മ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, എടാ, നിൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ. അയാൾ നിനക്കൊരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവിടെ വർക്ക് ചെയ്താണല്ലോ, കുറേ പേർക്കൊക്കെ അറിയുകയും ചെയ്യാം, അതുകൊണ്ട് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മ അങ്ങനെ അയാളെയൊക്കെ സമീപിച്ച് ആ കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടി. എന്നാൽ അച്ഛനെ പോലെ വലിയ പഠിപ്പോ കഴിവോ ഇല്ലാത്തതുകൊണ്ട് ഏറ്റവും താഴ്ന്നൊരു പോസ്റ്റിലേക്കാണ് എനിക്ക് കിട്ടിയത്. അത് നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്. കിട്ടുന്നത് അധികമൊന്നുമില്ല, 25,000-ൽ താഴെയാണ്. എങ്കിലും അത് വെച്ച് കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ആ സമയത്താണ് അമ്മയ്ക്കൊരു സമാധാനമായത്. എങ്കിലും അമ്മ പറയും, പഠിക്കത്തുമില്ല, ഒന്നുമില്ല, നല്ല പണ സ്വപ്നം കണ്ട് ഞാനിങ്ങനെ വെറുതെ ജീവിച്ച് മരിച്ചു പോകും, അത്രേ ഉള്ളൂ, ഇവനെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയും. എത്ര പണം കിട്ടിയാലും അമ്മയ്ക്ക് തൃപ്തിയാകില്ല. പക്ഷേ പണം ഇവിടുന്ന് കിട്ടാനാണ് മാഡം. ഇങ്ങനെ വഴക്കും വക്കാണം കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, എന്തായാലും നിൻ്റെ കമ്പനിയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഏതൊരാൾക്കും നല്ലൊരു ഇമ്പ്രഷൻ തോന്നും. അതുകൊണ്ട് നീ ഉടനെ തന്നെ കല്യാണം കഴിക്കണം, നിനക്ക് ജോലി കിട്ടിയല്ലോ എന്ന്. കല്യാണം കഴിക്കാനുള്ള പ്രായമോ മനസ്സോ ഒന്നും എനിക്കായിട്ടില്ലെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ പ്രായമൊന്നുമില്ല, 21 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും കല്യാണം കഴിക്കാം. ഞാൻ പറയുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കണം, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുപിടിച്ച ആലോചന തുടങ്ങി. അമ്മ ഒറ്റക്കാൽ നിന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അമ്മയോട് ഒത്തിരി ഒന്നും എതിരാൻ എനിക്ക് പറ്റില്ല മാഡം. അങ്ങനെ അമ്മ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. സാമാന്യം സ്വത്തുള്ളൊരു വീട്ടിലെ പെണ്ണാണ്. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ആ പെൺകുട്ടിയോട് നിജസ്ഥിതിയൊക്കെ പറഞ്ഞു, എനിക്ക് ഇത്രയും ശമ്പളം ഉള്ളെന്നൊക്കെ. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. അവളുടെ അമ്മയ്ക്ക്
പരമ്പരാഗതമായി നല്ല സ്വത്തുള്ളൊരു കുടുംബമാണ്. പേരിന് ഭർത്താവിനൊരു ഉദ്യോഗമുണ്ട്. പക്ഷേ അവരാണ് അവിടെ നയിക്കുന്നതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത്രയും പ്രൗഢയായ ഒരു സ്ത്രീയാണ്. നല്ല തൻ്റെ ഇടവുമുണ്ട്. പണത്തിൻ്റെ ഇത്തിരി ഹുങ്കുണ്ടെന്ന് തോന്നും. ഈ വിവാഹം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, നല്ല സമ്പത്തുണ്ട്, നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ്, ഇതിലും വലിയ സാമ്പത്തികമുള്ളവരൊന്നും നിന്നെ കണ്ട് വരില്ല, അതുകൊണ്ട് നീ സമ്മതിച്ചു എന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിച്ചു മാഡം. പിന്നെ എന്ത് ചെയ്യാനാണ്, അതിന് ഞാൻ സമ്മതിച്ചു. ജാതകം ചേർന്നു, അതുകൊണ്ടാണ് അവർ ഈ ബന്ധത്തിന് സമ്മതിച്ചത്. അല്ലാതെ അവരുടെ അമ്മയ്ക്ക് എന്നോട് വലിയ ഇംപ്രഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഞങ്ങളുടെ കല്യാണം നടന്നു. അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് 2-ാം ദിവസം തന്നെ അമ്മയുടെ യഥാർത്ഥ ക്യാരക്ടർ മനസ്സിലായി. അവൾ കൊണ്ടുവന്ന സ്വർണവും അവളുടെ പണവുമൊക്കെ അവൾ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അമ്മ ഞാനതൊക്കെ ചോദിച്ച് വാങ്ങിക്കണം, പണം എല്ലാ മാസവും ഇനി കൂടുതൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു മാഡം. പക്ഷേ അവൾ അതിനൊന്നും സമ്മതിച്ചില്ല. എനിക്ക് അവളോട് പരിധി വിട്ട് ചോദിക്കാനും പറ്റില്ല. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും. അവൾക്ക് വേണ്ടതൊക്കെ അവൾ വാങ്ങിക്കും. പലചരക്ക് വീട്ടിലേക്ക് അവൾ വാങ്ങിക്കും. അതല്ലാതെ എക്സ്ട്രാ പൈസ ഒന്നും അവൾ തരില്ല. എൻ്റെ പൈസ എൻ്റെ ഭാര്യ ചോദിക്കില്ല. കാര്യം അവളുടെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്. അവൾ പറയും, ചേട്ടന് ഇഷ്ടമുള്ളതുപോലെ ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. 10,000 രൂപ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നിടത്ത് 15,000 രൂപ ഞാൻ കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടും അമ്മയുടെ മുഖം തെളിഞ്ഞില്ല. നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണം, അവളിൽ നിന്ന് നിനക്ക് ഗുണമൊന്നുമില്ലേടാ. ഇത്രയും വലിയ സ്വത്തുണ്ട് അവളുടെ അമ്മയ്ക്ക്. എന്നിട്ട് ഈ ഉലുവയാണോ നീ എനിക്ക് കൂട്ടിത്തന്നത്? ഒരു 50,000 രൂപയെങ്കിലും ഇവിടെ നീ എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ എനിക്ക് വല്ല ചിട്ടിയോ പാട്ടോ ഒക്കെ തുടങ്ങി ലക്ഷങ്ങൾ ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയും. ഞാൻ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ കിട്ടാനാണ്? അവളുടെ അക്കൗണ്ടിൽ കിടക്കില്ലേ, എടുത്തു തരാൻ പറ എന്ന് പറയും. ഞാൻ പറയാൻ നടക്കില്ലെന്ന്. ഒരു ദിവസം ഈ സംഭാഷണം കേട്ട് എൻ്റെ ഭാര്യ വന്നു. അവൾ അമ്മയോട് ഡയറക്റ്റ് ഓർത്തു, അമ്മയുടെ ഇഷ്ടമൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ അധ്വാനിച്ച് ഉണ്ടാക്കണം. വല്ലവൻ്റെ വയറ്റിലെ ഡാഷ് കണ്ടുകൊണ്ട് നായയെ വളർത്തരുത് എന്ന് പറഞ്ഞു. അതോടുകൂടി രണ്ടുപേരും കൂടി വഴക്കായി. എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. എന്നോട് അവൾക്ക് ഒട്ടും ദേഷ്യവുമില്ലായിരുന്നു മാഡം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അമ്മയുടെ വഴക്ക് വക്കാണവും എനിക്ക് നേരെ തുടർന്നു. പക്ഷേ ഭാര്യയോട് പിന്നീട് കൊമ്പ് കോർക്കാൻ ചെന്നിട്ടില്ല. ആകെക്കൂടി അമ്മ അസംതൃപ്തയായിരുന്നു. എൻ്റെ അമ്മായിമ്മ ഭയങ്കര ബിസിയാണ്. പല ബിസിനസ്സുമുണ്ട്, പല സ്വത്തുവകകളുമുണ്ട്, അതൊക്കെ നോക്കി നടത്തുന്നുണ്ട്. പിന്നെ വീട്ടിലെ അടക്കി ഭരിക്കൽ അവരാണല്ലോ. ഭർത്താവിനും വല്ലാത്ത പേടിയാണ്. എൻ്റെ ഭാര്യയോട് ഭയങ്കര കാര്യമാണ്. എന്നോട് അത്രയ്ക്കൊന്നും വലിയ ഒരു സ്നേഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചെല്ലുമ്പോൾ നന്നായി സംസാരിക്കും, എല്ലാ വിഭവങ്ങളും കാണും, വേണമെങ്കിൽ അവിടെ കഴിയാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് ഞാൻ പോരും, അവളവിടെ താമസിക്കും. ഇങ്ങനെയൊക്കെയാണ്. അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർ ഒരുങ്ങിയിറങ്ങി വന്നു കഴിഞ്ഞാൽ സീരിയലൊക്കെയുള്ള ചില നടിമാരില്ലേ, അവർ വരുന്നത് പോലെയാണ്. എൻ്റെ അമ്മ എൻ്റെ അമ്മായിമ്മയെ കാണുമ്പോഴേക്കും വളരെ ഒലിപ്പിച്ച് സംസാരിക്കും. അവർ പോയി കഴിയുമ്പോൾ എന്നോട് പറയും, കണ്ടില്ലേ കുണുങ്ങി അവൾ നടക്കുന്നത്, പ്രായം എത്രയാണെന്ന വിചാരം, ഇപ്പോഴും 19-കാരിയാണെന്ന് പറഞ്ഞ് വെച്ച് കിട്ടിയ അവൾ ഇറങ്ങിയേക്കാം, മുന്നും പിന്നും ഒക്കെ കാണിച്ചോണ്ട് നോക്കണേ. ഇപ്പോഴത്തെ പെമ്പിളാർ പോലും നാണിച്ചു പോകും. ഏതോ ഒരു നടിയുണ്ടല്ലോ ഇങ്ങനെ വെച്ച് കെട്ടിപ്പോന്നേ, അവളെ കാട്ടിമിടിക്കുക നിൻ്റെ അമ്മായിമ്മ എന്ന് പറയും. ഞാൻ പറയാം, അമ്മ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അവർ പണമുള്ളവരാണ്, അല്ലെങ്കിൽ അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവരവരുടെ കാര്യം നോക്കിക്കോളാം. നിനക്കൊരു കഴിയുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് 10 കാശ് വാങ്ങിച്ചെടുത്തേനെ വന്ന്. ഞാൻ പറയാം, എനിക്ക് കഴിവില്ല, എനിക്ക് എൻ്റെ ഭാര്യ നോക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ് ഞങ്ങൾ മിക്കവാറും ഉടക്കുമായിരുന്നു മാഡം. ഇതിനിടയ്ക്ക് ഒരു വട്ടം ഞങ്ങളൊരു ബന്ധുവിൻ്റെ കല്യാണത്തിന് അമ്മ പോയിട്ട് വന്നു. ഭാര്യയെ ഞാൻ ഭാര്യ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വൈകുന്നേരം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ, ഇങ്ങോട്ട് വന്നേ, നീ ഇരുന്നേ, ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ ഒന്ന് കേൾക്ക്. ഞാൻ ചോദിച്ചു, എന്താണെന്ന്? എടാ, നിൻ്റെ അമ്മായിമ്മയുടെ കാര്യം ഞാൻ അറിഞ്ഞു. എന്താ അമ്മ അറിഞ്ഞത്? അവൾ ഒരുങ്ങി കെട്ടി നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ടൗണിൽ ഒരു ഹോട്ടലുള്ളൊരു മുതലാളി നിനക്കറിയാമോ? നീ പേര് കേട്ടിട്ടുണ്ടോ അയാളുടെ എന്ന് പറഞ്ഞ് അയാളുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അയാളുടെ കൂടെ അവൾ ഇപ്പം 5-6 വർഷമായിട്ട് സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ട്. പക്ഷേ അവൾ ഭർത്താവിന് വേണ്ടിയിട്ട് ഒന്നും നിവേദിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ ഒരു തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞാമേ, അമ്മ എന്തിനാണ് അവരെ കുറ്റം പറഞ്ഞത്? എടാ, ഞാൻ സത്യമാണ് പറയുന്നത്. നിൻ്റെ അമ്മായിമ്മയില്ലേ ഒരുങ്ങിക്കെട്ടി അയാളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. അയാളും അവളും കൂടെ ഭയങ്കര ബന്ധമാണ്. അത് നിങ്ങൾക്കെന്താ? അവരുടെ മിടുക്ക്, അവർ തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പ് കാണുന്നു. ബിസിനസ് അവളുടെ ഒരു ബിസിനസ്. എടാ, അവളും അവനുമായിട്ട് വർഷങ്ങളായിട്ട് ഈ ബന്ധമാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പലയിടത്തും കറങ്ങാൻ പോകാറുണ്ട്. അയാൾക്കില്ലേ ടൗണിൽ ഒരു ഫ്ലാറ്റുണ്ട്, അവിടെ വെച്ചാണ് ഇവർ സംഗമിക്കുന്നത്. അയാളുടെ ഹോട്ടലിൽ വെച്ചും സംഗമമുണ്ട്. ഇവള് അർദ്ധരാത്രിക്കും പകലും ഏത് സമയത്ത് വേണമെങ്കിലും അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. രണ്ടുപേരും തമ്മിൽ കൊണ്ടുപിടിച്ച പ്രേമമാണ്. പക്ഷേ പണ്ട് തൊട്ടേ അയാളുടെ ബിസിനസ്സിലൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ ഇവളാണ് സൽക്കരിക്കുന്നത്. ഇവളവിടെ ക്യാബറക്കാരെ പോലെ അഴിഞ്ഞാടും. എന്നിട്ട്
എന്നിട്ട് അതിഥികളെ സൽക്കരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ പണക്കാരൻ്റെ ഭാര്യ ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് ഇവളെ രണ്ടാമത്തെ വൈഫായിട്ട് അങ്ങ് ഏറ്റെടുത്തു. ഇവളാണെങ്കിൽ 100 ആണുങ്ങളെ വേണേലും ഒരു സമയത്ത് തൃപ്തിപ്പെടുത്തുന്ന ടൈപ്പല്ലേ. ഇവള് ഒരേ സമയം അയാളുടെ കാമുകിയും രണ്ടാം ഭാര്യയും അതേപോലെ തന്നെ അയാളുടെ ബിസിനസ്സിന് വരുന്ന ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന തിലോത്തമയായിട്ട് അഴിഞ്ഞാടുകയാണെന്ന്. അമ്മ എന്തൊക്കെ വൃത്തികളാണ് എൻ്റെ അമ്മായിമ്മയെക്കുറിച്ച് പറഞ്ഞത്. നിൻ്റെ അമ്മായിമ്മ അവളെ അമ്മായിമ്മയല്ലടാ, തൃശ്ശൂർ പൂരത്തിന് പൊട്ടുന്ന ഡാഷാണ് എന്ന് പറഞ്ഞ് അമ്മ പിന്നെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയെ തോന്നിയ ദിവസം പറയാതിരിക്കൂ, അമ്മയ്ക്ക് ഇൻഫർമേഷൻസൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണെന്നും. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ അവൻ്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫുണ്ട്, അവൻ്റെ ഭാര്യയാണ് എൻ്റെ ഒരു സുഹൃത്ത്. അത് നിനക്കറിയാമോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അറിയുന്നത്. എങ്കിൽ അറിയാം, അവരും ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഇവളുടെ മോളെയാണ് എൻ്റെ മോൻ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എല്ലാ കാര്യങ്ങളും മണിമണിയായിട്ട് പറഞ്ഞു. ഇവൾക്ക് പരമ്പരാഗതമായിട്ട് സ്വത്തൊന്നുമില്ല, ഇപ്പം 10-12 വർഷമായിട്ടുള്ള സ്വത്താണ്. അതൊക്കെ എവിടെ നിന്നാണ്? സ്വന്തം ഭർത്താവിനെ അവൾ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി. അമ്മയൊന്നും ചുമ്മാതിരിക്കുക, അവൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആര് പറഞ്ഞു? അയാൾ മുകളിലും ഇവൾ താഴത്തെ മുറിയിലാണ് കിടക്കുന്നത്. അന്ന് എനിക്കറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭാര്യയും അവിടെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അമ്മ പിന്നെ കുറേ ഭരിക്കുന്ന ടൈപ്പാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. എടാ പഴം വിഴുങ്ങി, അത് കേൾക്കും പറയില്ലേ അവൾ ഭൂലോക പിഴയാണെന്ന്. എടാ അവളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയാമോ? അവൾ കുറേ വർഷങ്ങളായി, 10-12 വർഷത്തിന് മുമ്പ് വേറൊരുത്തിൻ്റെ കൂടെ ആയിരുന്നു. അവൻ്റെ കയ്യിലുള്ള എല്ലാം ഇവൾ അടിച്ചു മാറ്റിയിട്ടാണ് അവൾക്ക് ഈ സ്വത്ത് കിട്ടിയത്. അവളുടെ മെണുങ്ങിന് ഭർത്താവില്ലേ എവിടെയോ ജോലി ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇവളെ പേടിയാണ്, പേടിച്ചങ്ങ് അനുസരിച്ചു. ഇവൾക്ക് സ്വത്തുമായി, അവൾ ഭരണവും തുടങ്ങി. അയാൾ നക്കാപ്പിച്ച ശമ്പളത്തിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. നാട്ടുകാരുടെ മുന്നിൽ അവളുടെ ഭർത്താവായിട്ട് അഭിനയിച്ച് ആ വീട്ടിൽ താമസിക്കുന്നു. നിനക്കറിയാമോ, അങ്ങേർക്കേതോ ആസ്മയോ മറ്റോ ഉണ്ട്. ഇപ്പോൾ 10-11 വർഷമായിട്ട് രണ്ടുപേരും തമ്മിൽ ഒന്നുമില്ല. എന്താ അമ്മ ഒന്നുമില്ലെന്ന് പറഞ്ഞ്? ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഭാര്യ ഭർത്താവുമായിട്ട് ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയുന്നില്ലെന്ന് മനസ്സിലായോ? നിന്റെ അമ്മായിയമ്മയ്ക്ക് പണക്കാരെ കാണുമ്പോഴേക്കും വല്ലാത്തൊരു ഇളക്കമാണ്. അവൾക്ക് പണമുള്ള ആണുങ്ങൾ അവരെ കാണുമ്പോൾ ഉടനെ വേണം. അതുമാത്രമല്ല, കൊച്ചാമ്പിളരെ കണ്ടാലും അവൾക്ക് ഇത്തിരി ഇളക്കമുണ്ട്. പല ചെക്കന്മാരുമായിട്ടും അവൾക്ക് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അവർ ബന്ധം ഉണ്ടായിക്കോട്ടെ, അവർ ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ വേറൊരാളുടെ കാമുകയോ ഭാര്യയോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഭർത്താവിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്കെന്താ? നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്നെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? നിങ്ങൾക്ക് ആഗ്രഹം എന്താണ്? അവരുടെ പണം. ഇത്രയും മിടിക്കുക ഒരു സ്ത്രീ പണം അങ്ങനെ വെറുതെ കൊടുക്കുമോ? അല്ലെങ്കിൽ ചോദിച്ചോടനെ കിട്ടുമോ? ഒരിക്കലുമില്ല. അവർ നല്ല തണ്ടേടിയല്ലേ. അതുകൊണ്ട് എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുക്കാൻ പറ്റും തോന്നുന്നില്ല. ഇനിയിപ്പം അവർ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലേ, ഞാനിപ്പോൾ അവരുടെ മകളെ ഉപേക്ഷിക്കാൻ പറ്റില്ലോ എന്ന്. അപ്പം അമ്മ എൻ്റെ തോളത്തടിച്ചു. ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം? അതിന് ഞാൻ എന്ത് വേണമെന്നാ? അപ്പം അമ്മ പറഞ്ഞു, എടാ ചെക്ക, അവൾ മതാലസ്യായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല ആണുങ്ങളെ കാണുമ്പോഴേക്കും അവൾക്ക് രക്തം തിളയ്ക്കും. എൻ്റെ അഭിപ്രായത്തിൽ നീ നിൻ്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ നടക്കുന്നതിന് പകരം നിൻ്റെ അമ്മായിമ്മയോട് ഒന്നടുത്ത് പെരുമാറിയാൽ അവൾ നിനക്ക് അള്ളി അള്ളി തരുമെന്ന്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ ഞാൻ പറയുന്നൊരു കാര്യം നീ കേൾക്ക്. നീ കാണാൻ സുന്ദരനാണ്, നിനക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യം നിൻ്റെ ഭാര്യ സന്തോഷവതിയാണല്ലോ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എടാ നിൻ്റെ അമ്മായിമ്മ കൊച്ചു ചെക്കന്മാരെയൊക്കെ കാണുമ്പോഴേക്കും തരലതയാകുന്നവളാണ്. അവൾക്ക് എല്ലാ ദിവസവും പല പല ആവശ്യങ്ങളുമുണ്ട്. നീയാണെങ്കിൽ അവളെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ വീഴും. മരുമകനാണെന്ന് വെച്ചിട്ടാണ് അവൾ അകന്ന് നിൽക്കുന്നത്. അമ്മ എന്ത് തോന്നിയാസങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത്? എടാ തോന്നിയാസമല്ല, പണം വരാനുള്ള വഴിയാണ് പറഞ്ഞത്. അവളെ കാണുമ്പോൾ നീ ഇങ്ങനെ അകന്ന് മാറി നിൽക്കരുത്. നിൻ്റെ ഭാര്യ അവൾ ഒരു വശത്തങ്ങ് ജീവിച്ചു പൊയ്ക്കോളും. നിനക്ക് പണം വേണമെങ്കിൽ, നമുക്ക് പണം വേണമെങ്കിൽ നിൻ്റെ അമ്മായിമ്മയോട് നീ അടുക്കണം. അമ്മ എന്തൊക്കെ ദുഷ്ടത്തരങ്ങളായി പറഞ്ഞത്? എടാ ഞാൻ ദുഷ്ടത്തരമൊന്നുമില്ല പറഞ്ഞത്. കോളേജിലൊക്കെ പഠിക്കുന്ന നല്ല സുന്ദരമായ ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവൾ പണം ഇറക്കാറുണ്ട്. ആ പിള്ളേർക്ക് പോക്കറ്റ് മണിയും ബൈക്കും മറ്റും വാങ്ങാനുള്ള കാശുമൊക്കെ ഇവൾ കൊടുക്കാറുണ്ട്. അമ്മേ ഇങ്ങനിപ്പോൾ പറഞ്ഞ് അവരെ വലിയൊരു അണ്ടർവേൾഡ് നായികയെ പോലെ നിങ്ങളാക്കുമല്ലോ. എടാ അവൾ അങ്ങനെ ഒരു സ്ത്രീയാണ്. ഇഷ്ടംപോലെ പണം ചെറുപ്പക്കാർക്ക് വാരി വിതറുന്നുണ്ട്. മറ്റു സൈഡിൽ നിന്ന് ആണുങ്ങളുമായിട്ട് അഴിഞ്ഞാടി കിട്ടുന്ന പണം അവൾ ഈ സൈഡിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അത് നിനക്കറിയില്ല. അവരുടെ കയ്യിൽ വരുന്ന കാശ് അതവർ ചിലവാക്കുന്നു. അതിന് ഞാൻ എന്ത് വേണം അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എടാ പൊട്ട, അവളുടെ കയ്യിൽ വരുന്ന ലക്ഷങ്ങൾ, ആയിരങ്ങൾ അതൊക്കെ നിൻ്റെ ഭാര്യയ്ക്കെങ്കിലും കിട്ടേണ്ടതല്ലേ. ഇതിപ്പോൾ വെറുതെ പോകുകയാണ്. എടാ ഇനിയെങ്കിലും നിൻ്റെ അമ്മായിമ്മയെ കാണുമ്പോൾ നീ അകന്നു മാറി നിൽക്കാതെ അവളോട്
അടുത്തിരുന്ന് സംസാരിച്ച് അവളുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്ക്. അവൾക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ ഭർത്താവെന്നോ ഒന്നുമില്ല. നിന്റെ ഭാര്യ ഇവിടെ ഇരുന്നോളും. ആ സമയത്ത് അവിടെ പോയി അവളെ നീ ഒന്ന് കൺകുളിർക്ക് കാണാം. അവളുടെ ഇഷ്ടങ്ങളൊക്കെ അറിയുക. അവളുടെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കുക. അപ്പോൾ അവൾ നിനക്ക് ഇഷ്ടം പോലെ പണം തരും. ഇപ്പം അവളുടെ മകൾക്കല്ലേ കൊടുക്കുള്ളൂ. അത് എണ്ണ ചുട്ടപ്പം പോലെയാണ്. നീ അവളുടെ അടുത്ത് കൂടാമെങ്കിൽ നിനക്ക് ഡയറക്റ്റായിട്ട് ഇഷ്ടം പോലെ കാശ് കിട്ടുടാ. വെറുതെ അവൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അതിന് പകരം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അമ്മ എന്തൊക്കെ വിഡിത്തങ്ങളായി പറയുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നിൽ അട്രാക്റ്റ് ആകുമെന്ന് ആര് പറഞ്ഞു? എടാ, എൻ്റെ മോനല്ലേ നീ. നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്. അവൾ നിന്നിൽ വീഴും. നീ പ്ലീസ് നിൻ്റെ ഭാര്യ അറിയാതെ അവളോട് കുറച്ചുകൂടൊന്ന് അടുത്തിടപഴക്. ഒരു കുഴപ്പമില്ല. നീ ഒന്നും ഇനിഷ്യേറ്റീവ് എടുക്കണ്ട. അവളോട് നന്നായിട്ടിരുന്ന് സംസാരിച്ചാൽ മതി. അവൾ തന്നെ കേന്ദ്ര സ്ഥാനം നോക്കി അങ്ങ് വന്നോളും. ആ സമയത്ത് നീ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങ് നിൽക്ക്. കെട്ടി ഒരുങ്ങി നടക്കുകയല്ലേ. നിനക്ക് അവളോട് താല്പര്യക്കുറവൊന്നും കാണില്ല. ഏതൊരാണിനും താല്പര്യം തോന്നും. 90 വയസ്സായ കളവനാണെങ്കിലും വേണമെങ്കിൽ എഴുന്നേറ്റ് വരും. ആ മട്ടിലല്ലേടാ അവളുടെ നടപ്പ്. അമ്മേ, ഇത്രയും തരം താഴ്ന്ന് അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മോൻ പറഞ്ഞു, ആ തരം താഴ്ന്നടുത്ത് താഴണം. അവളെന്താ നല്ല പിള്ളയാണോ? നീ അത്ര നല്ല പിള്ളയൊന്നുമില്ല. പഠിക്കാൻ വന്നപ്പോൾ നീ പഠിച്ചോ? നിനക്ക് കിട്ടിയിരിക്കുന്ന ഉദ്യോഗം എന്താ? ഒരു സാധാ ഉദ്യോഗം. എടാ, ആ പണം പാഴായി പോവുകയാണ്. നീ ഒന്ന് അടുക്ക് പ്ലീസ്. ഞാൻ പറഞ്ഞത് കേൾക്ക. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയാണ്. നിന്റെ ഭാര്യ അറിയില്ല. അവൾ ഇവിടെ നിന്നോളും. നിനക്ക് എന്തെങ്കിലും സാഹചര്യം ഒക്കുകയാണെങ്കിൽ നീ നിന്റെ അമ്മായിമ്മയുടെ അടുത്ത് പോകൂ. നിന്റെ ഭാര്യ ഇവിടെ നിൽക്കട്ടെ. ആ സമയത്ത് നിന്റെ അമ്മായിമ്മയുടെ അവിടെ പോവുക. അടുക്കളയിലൊക്കെ കയറുക. പിന്നെ അവൾ വേഷം കെട്ടി ഇറങ്ങുമ്പോൾ അമ്മേ ഇന്ന് സാരി കൊള്ളാം, അത് കൊള്ളാം, ഇത് കൊള്ളാം എന്നൊക്കെ പറയുക. അങ്ങനെ 3-4 വട്ടമാകുമ്പോൾ അവൾ നിന്നോട് അടുക്കും. അത് കഴിയുമ്പോഴേക്കും അവളുടെ കൈ അങ്ങ് നീണ്ടു വരും. അവളുടെ ഇഷ്ടത്തിന് നീ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ പിള്ളേർക്ക് പോകുന്ന പണമെല്ലാം നിൻ്റെ പോക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപ മാസം നിനക്ക് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞതെന്തോ കെട്ടുകഥ പോലെ ഇരിക്കുന്നു. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. അപ്പം അമ്മ പറഞ്ഞു, കെട്ടുകഥയാണെന്ന് പറഞ്ഞ് നീ ഇരുന്നോ? നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ പറഞ്ഞത് എല്ലാ സമയത്തും ശരിയാണ്. നീ ഇത് കേൾക്ക് പ്ലീസ്, ഒന്ന് പോകുമെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നോട് ഒത്തിരി വട്ടം വഴക്കുണ്ടാക്കി. ആ സമയത്ത് അമ്മായിമ്മയെക്കുറിച്ച് നിറപിടിപ്പിച്ച കഥകളാണല്ലോ മാഡം പറഞ്ഞത്. ഏതൊരാണിനും ഇത്തിരി മനച്ചാഞ്ചല്യം ഉണ്ടാകില്ലേ? അതുകൊണ്ട് അമ്മ പറഞ്ഞത് പരീക്ഷിക്കാൻ ഞാനൊരു ദിവസം അമ്മ അറിയാതെ അവരുടെ വീട്ടിൽ പോയി. ഭാര്യ എൻ്റെ വീട്ടിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ ഒരുങ്ങി നിൽക്കുകയാണ്. എന്താടാ വന്ന് ചോദിച്ചു. ഇല്ലമ്മ, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്. അച്ഛൻ എന്തെന്ന് ചോദിച്ചു. ആ അച്ഛൻ ഇവിടെ ഇല്ലടാ, പുറത്ത് പോയേക്കാണ്. ആ അമ്മയാണെങ്കിൽ എങ്ങോ പോകാൻ നിൽക്കാൻ തോന്നില്ലോ. നല്ല രസമുണ്ടല്ലോ. ഈ സാരി എവിടെ നിന്ന് വാങ്ങിച്ചതാണ്? അമ്മയ്ക്ക് ഇത് നന്നായി സ്യൂട്ടാകുന്നുണ്ട്. അമ്മയെല്ലാം മാച്ചായിട്ടാണ് ഇടുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും ഒരു സെൻസ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് നെകളിക്കുന്ന കണ്ടു. അവളൊന്നും ശ്രദ്ധിക്കത്തില്ലടാ. എത്ര ആണെങ്കിലും നമ്മൾ ഒരുങ്ങി നടക്കണ്ടേ എന്ന് പറഞ്ഞു. നിനക്ക് ചായട്ട് തരാം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോയി. എൻ്റെ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. അനാവശ്യമായ കുടുക്കമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരുടെ കൂടെ ഞാൻ അടുക്കളയിൽ ചെന്നിരുന്നു. ആ സമയത്ത് അവരെന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഓർത്തു നീ അധികം സംസാരിക്കാത്ത പ്രകൃതമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാതിരുന്നെന്ന്. നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, പിന്നെ അമ്മയെ ശ്രദ്ധിക്കാതിരിക്കുമോ? അമ്മ ആര് കണ്ടാലും ശ്രദ്ധിക്കില്ലേ? അമ്മ ഒരു സുന്ദരിയല്ലേ? അമ്മയുടെ മോൾക്ക് പാതി സൗന്ദര്യം പോലും കിട്ടിയിട്ടില്ല. ഉള്ളതാണോടാ നീ പറഞ്ഞത്? അതോ എന്നെ സുഖിപ്പിക്കാൻ പറയുന്നതാണ്? പിന്നെ അമ്മയെ സുഖിപ്പിച്ചിട്ട് എനിക്കിപ്പോൾ എന്ത് നേടിയെടുക്കാനാണ്? എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെപ്പോലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരി ഇളകി. അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങളുടെ ചെറിയ കളിവാക്കളൊക്കെ. ഈ സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായി. അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു, വേണ്ട മോളെ, കാര്യം അച്ഛൻ വയ്യാതിരിക്കുകയാണ്. അതുമാത്രമല്ല അമ്മയ്ക്ക് ബിസിനസ്സും അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ ഇറങ്ങിപ്പോകും. ആ സമയത്ത് നിൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയും. പക്ഷേ ഈ സമയത്ത് നിനക്ക് 3 നേരവും നല്ല ആഹാരം വേണം. അത് ഞാൻ വെച്ചുണ്ടാക്കി തരും. നിൻ്റെ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ അമ്മ കസ്റ്റഡിയിലാക്കി. അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, എടാ ഇത് നല്ല സമയമാണ്. ഇനിയിപ്പോൾ അവൾ തനിച്ചുള്ളപ്പോൾ പൊയ്ക്കോ. ആ സമയത്ത് അവൾ തന്നെ നിന്നോട് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും നിൻ്റെ ആവശ്യങ്ങളും അവളുടെ ആവശ്യങ്ങളും ഒന്നാകും. ഇത് നടക്കും, എനിക്കുറപ്പാ എന്ന് പറഞ്ഞു. അമ്മ തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും എന്തൊക്കെയോ ആഗ്രഹം ഉണ്ടായി മാഡം. പണമൊന്നും വേണമെന്നില്ല. എന്നാലും
അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാൻ തുടങ്ങി. അമ്മായിമ്മ എന്നോട് ഓരോ കുസൃത്തരങ്ങൾ പറയാൻ തുടങ്ങി. ആ, അവൾക്ക് നിനക്കിപ്പോൾ റെസ്റ്റാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം അവളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റുമോ? അപ്പം നീ മറ്റാരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്ക് മറ്റൊരു പെണ്ണുങ്ങളുമായിട്ടും യാതൊരു ബന്ധവുമില്ല അമ്മേ, ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ആ, നീ അങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ കയ്യിൽ നുള്ളി. ആ സമയത്ത് ഞാൻ അമ്മയൊന്ന് നോക്കി. അപ്പം അമ്മയോട് ചോദിച്ചു, എന്താടാ നീ എന്നെ നോക്കുന്നതും എന്നെ കാണുമ്പം നിനക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, തോന്നിയാൽ അമ്മ എന്താ പ്രയോജനം, അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേന്ന്. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, പിന്നെ തോന്നിക്കഴിഞ്ഞാൽ എന്തോന്ന് എന്തോന്ന് പെങ്ങള്, ഒരു കുഴപ്പമില്ല, ഞാൻ നിൻ്റെ അമ്മയല്ല അമ്മായിമ്മയാണ്, അമ്മായിമ്മയുമായിട്ട് എന്ത് വേണമെങ്കിലും ആകാമട കുട്ട എന്ന് പറഞ്ഞ് അമ്മായിമ്മ പെട്ടെന്ന് വന്ന് എന്നോട് മുട്ടുകയായിരുന്നു. കുഴപ്പമില്ല അമ്മയെന്ന് വെച്ചപ്പോൾ, എന്ത് കുഴപ്പമാ, അവൾ അറിയാതെ നോക്കിയാൽ മതി, അവളങ്ങ് നിൻ്റെ വീട്ടിലല്ലേ, അവളെ ഇങ്ങോട്ടേക്കും കൊണ്ടുവരണ്ട, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, നീ ഇങ്ങ് വാ, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞതുപോലെ നടന്നു മാഡം. കൈകൾ നീളുകയായിരുന്നു. അമ്മായിമ്മ പറഞ്ഞത്, ആ, നിന്റെ മുഖത്തിലുള്ള സൗന്ദര്യം പോലെ തന്നെ താഴ്വാരത്തെ കൊമ്പന് സൗന്ദര്യമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ മോനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു. കൊള്ളാം, എൻ്റെ മോള് ഭാഗ്യവതിയാണ്, ആ ഭാഗ്യം എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് അവരെന്നെ നയിച്ചു. എൻ്റെ അമ്മ പച്ചയ്ക്ക് പറഞ്ഞ കഥകളൊക്കെ വളരെ കറക്റ്റായിരുന്നു മാഡം. അടങ്ങാത്ത ഒരാവേശക്കടലാണവർ. സാധാരണ സ്ത്രീകളെ പോലെ അല്ല, അവർക്ക് ഇതിൻ്റെ ഒരു അസ്ഥിരത തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. എങ്കിലും ഞാൻ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. എന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോകാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് പറഞ്ഞു, അമ്മയെക്കുറിച്ച് ഇങ്ങനെ ചില അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്, ചെറുപ്പക്കാരെ പിള്ളേരെയൊന്നും അമ്മ ഇനി വിളിച്ചു വരുത്തരുതേ, പണം കൊടുക്കരുത്, ഞാനില്ലേ അമ്മയുടെ കൂടെ, അമ്മ അനാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് പോകരുത്, നീ എപ്പോൾ വിളിച്ചാലും വരുമോടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോൾ വേണമെങ്കിലും വന്നോളാമെന്ന്. അങ്ങനെ ഒരു കരാറിൻ്റെ രീതിയിലാണ് എനിക്ക് കടമുണ്ടെന്ന് പറഞ്ഞ് അമ്മായിമ്മ ഇപ്പോൾ എനിക്ക് മാസം നല്ലൊരു തുക തരുന്നുണ്ട്. അതിൽ പാതി ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ അതിബുദ്ധിയാണ് മാഡം ശരിക്കും ഞങ്ങൾക്ക് ഫലമുണ്ടാക്കിയത്. ശരിക്കും അമ്മായിമ്മ ഒത്തിരി പണം വെറുതെ കളയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം എനിക്കാണ് കിട്ടുന്നത്. അവർക്ക് എന്നോട് പ്രേമം പോലെയാണ്. എനിക്ക് പ്രേമമൊന്നുമില്ലെങ്കിലും അവരും എനിക്ക് നല്ലൊരു പങ്കാളി തന്നെയാണ്. ഭാര്യ അറിയാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോവാണ്. എൻ്റെ അമ്മയുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ട് മാഡം. ഇത് പറയുമ്പോൾ മാഡത്തിന് വളരെ വിചിത്രമായിട്ട് തോന്നാം, എങ്കിലും എൻ്റെ കഥ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ കുഴപ്പങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിലും ശരിക്കും ഞാൻ ഇപ്പോഴാണ് സംതൃപ്തനായത്. ഇത്രയുമേ മേലിലുള്ളൂ, ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നോ, അതോ ഇനി ഇത്ര മാത്രമേ ഉള്ളൂ കഥ, അതോ വിട്ടുപോയതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം. അമ്മയുടെ ബുദ്ധിയും മകൻ്റെ എന്താ പറയുക കാണിക്കവഞ്ചിയോ എന്താണ് പറയുന്നത്, അതുപോലൊരു സംഗതിയാണിത്. അപ്പോൾ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിന് ഉത്തരവൊന്നും പറയാനില്ല. ഇത് അവരുടെ ഒരു ബുദ്ധി എന്നേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞതുപോലെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി നടക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെ ഇങ്ങനൊരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 100,000 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നീയും ചേർന്ന് കഴിഞ്ഞാൽ വല്ല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഭാര്യ അറിഞ്ഞാലും പ്രശ്നമാകും. ശ്രദ്ധിക്കുക എന്നീ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെന്താ ചെയ്യുക.